ഹലോ ഗൈസ്, റോയൽ ഇൻറ്റീരിയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു 3 BHK ഫ്ലാറ്റിൻ്റെ ഫുൾ ഇൻറ്റീരിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മളിത് കാണിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമ്മളിതിപ്പോൾ ഈ റൂമിനകത്ത് നമ്മളൊരു മോഡേൺ വാർഡ്രോബ് ആ ഭാഗത്തായി ചെയ്യുന്നുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ഒരു മോഡേൺ വാർഡ്രോബ് നമ്മൾ ആ ഭാഗത്ത് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു വാഷ് ബേസിൻ കൗണ്ടർ, അതുപോലെ തന്നെ അവിടെ അതിനൊരു ഹാൾ പാർട്ടീഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ റൂമിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു മോഡേൺ വാർഡ്രോബ് ആ ഭാഗത്ത് ചെയ്യുന്നുണ്ട്. നമ്മൾ കിച്ചൻ്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിച്ചണിൽ സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്തുകൊണ്ട് ഓപ്പൺ ബോക്സ് ആക്കി ചെയ്യുന്നതാണ്. കിച്ചൻ്റെ വർക്കൊക്കെ നമുക്കിപ്പോൾ ഏതാണ്ട് ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട്. കിച്ചൻ്റെ നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കിച്ചൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ഡിവിഷൻസ് ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 4 ഇഞ്ച് സ്കഡിങ് തറയിൽ നിന്ന് പൊക്കി ഒരു 4 ഇഞ്ച് സ്കഡിങ് വയ്ക്കുക. ഡോറുകൾ തുറക്കുമ്പോൾ കാലിടിക്കാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിത് അങ്ങനെ ചെയ്തിട്ടുള്ളൊരു വർക്കാണിത്. കൃത്യം ഒരു 4 ഇഞ്ച് പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡ്രോയറുകൾ നമ്മളിത് കട്ട്ലറിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ താഴെ പ്ലേറ്റ്, കപ്പ് ആൻഡ് സോസറൊക്കെ വെക്കാൻ പറ്റുന്ന ലൈഫ് ലോങ് വാറൻറ്റിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഡ്രോയർ സെറ്റുകളാണ് നമ്മളിതിന് കൊടുത്തിരിക്കുന്നത്. ഒരു മിഡിൽ പോർഷനിലേക്ക് വന്നിട്ട് നമ്മളൊരു പ്ലെയിൻ ബാസ്ക്കറ്റാണ് വെച്ചിരിക്കുന്നത്. അതിൽ എന്തും വെക്കാൻ പറ്റും. പ്ലെയിൻ ബാസ്ക്കറ്റുകൾ കൂടുതൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് എന്തായിട്ടും കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ഓയിൽ പുൾ ഔട്ട്, പിന്നെ അതുപോലെ നമ്മൾ ഹൈഡ്രോളിക് പ്രോ ലിഫ്റ്റ് കൊടുത്തുകൊണ്ട് ഒരു 2 ചെറിയ ബോക്സ് ആ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഹൈഡ്രോളിക് പ്രോ ലിഫ്റ്റുകൾക്കും നമ്മൾ 3 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി റോയൽ ഇൻറ്റീരിയേഴ്സ് നൽകുന്നുണ്ട്. ഇനി ഇവിടെ ഹോബ് വരാനുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് സ്ലാബ് ഇടുന്നതിന് മുന്നേ ഉള്ളൊരു സിനിമയാണ്. സ്ലാബ് ഇടുന്നതിന് മുന്നേ എങ്ങനെ ഉണ്ടാവും എന്നത് നമുക്ക് ഈ വീഡിയോ നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും. ഇത് സെൻട്രൽ ബോക്സ് ടോപ്പിലെ ബോക്സിലും നമ്മൾ ഡിവിഷൻസ് ഇട്ട് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഭാഗങ്ങളിലും നമ്മൾ ചെയ്യുമ്പോൾ അവിടെ നമ്മളൊരു ഹൈറ്റ് കൂടിയ ഒരു ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു GTPT നമുക്ക് പ്ലേറ്റൊക്കെ വാഷ് ചെയ്തിട്ട് ഇടാനായിട്ടുള്ളത്, വെള്ളം വന്നിരിക്കാനുള്ള ട്രേ, അതെല്ലാം നമ്മളതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതൊരു ഹൈഡ്രോളിക് പ്രോ ലിഫ്റ്റ് കൊടുത്തുകൊണ്ടുള്ള ഒരു ബോക്സാണ്. അതിൻ്റെ മേലെ ഒരു ഓപ്പൺ ബോക്സ്. നമ്മൾ വർക്ക് ഫുൾ ഫിനിഷ് ആവാത്തതുകൊണ്ടാണ് അതിൻ്റെ സ്റ്റിക്കറുകളൊന്നും റിമൂവ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇതും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ ഹൈഡ്രോളിക് പ്രോ ലിഫ്റ്റുകൾക്ക് ആളുകൾക്ക് ഒരു ആശങ്കയുണ്ട്, കുറച്ചെല്ലാം കഴിയുമ്പോൾ ഇത് കംപ്ലയിൻ്റ് ആവും എന്നുള്ളത്. പക്ഷേ നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയോട് കൂടിയാണ് നമ്മൾ ഹൈഡ്രോളിക് പ്രോ ലിഫ്റ്റുകൾ ചെയ്യുക. ഇത് സ്ലാബ് ഇടുന്നതിന് മുന്നേ ഉള്ള സംഗതിയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി. നമ്മൾ ഇതുപോലെ കൃത്യമായി ഡിവിഷൻസ് ഇട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതുപോലെ കൃത്യമായി ഒരു 2 അടി 2.5 അടി ഗ്യാപ്പ് വെച്ചിട്ട് ഡിവിഷൻസ് ഇട്ട് കൊടുക്കുക. ക്രോസ് പൈപ്പുകൾ വെച്ച് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഗ്രാനൈറ്റിന് ബലം ഉണ്ടാവും. അതുപോലെ തന്നെ കൊടുക്കുന്ന പൈപ്പുകളുടെ അടിയിലേക്ക് ആംഗിൾ സപ്പോർട്ടും കൊടുക്കുക. നമ്മൾ അങ്ങനെയാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഈ ഡിവിഷൻസ് ഇട്ട് കൊടുത്താൽ നമുക്ക് സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇനി ഇവിടെ നമുക്ക് ഹോബ് വരാനുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഗ്രാനൈറ്റ് ഇട്ടതിന് ശേഷമുള്ളൊരു വ്യൂ ആണ്. നമ്മൾ നാനോ വൈറ്റാണ് നമ്മൾ ഗ്രാനൈറ്റ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ പുതിയൊരു ട്രെൻഡാണ് നാനോ വൈറ്റ്. കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും കാഴ്ചയ്ക്ക് കുറച്ചുകൂടി നല്ല ഭംഗിയാണ് നാനോ വൈറ്റ്. ഇതിന് പകരമായിട്ട് ടൈൽസുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നാനോ വൈറ്റിൻ്റെ ഒരു ഫിനിഷ് പലപ്പോഴും ടൈൽസിന് വരാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ നമുക്ക് ഹോബുണ്ട് വരാനായിട്ട്. പിന്നെ ഹോബിന് ശേഷം അവിടെ ഒരു മറയ്ക്കാനായിട്ടൊരു പോർഷൻ നമുക്കുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ഭാഗത്ത് നമ്മൾ അതേപോലെ നാനോ വൈറ്റിനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളവിടെ ഒരു 1 ഇഞ്ച് സ്കഡിങ് പോലെ ആ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം സ്ലാബിൽ വീഴുന്ന ഒരു തുള്ളി വെള്ളം പോലും കിച്ചണിലേക്ക് വീഴാതിരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ 1 ഇഞ്ച് സ്കഡിങ് കൊടുത്ത് അപ്പോക്സി ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് ഇങ്ങോട്ട് സ്ലാബിൻ്റെ പുറത്തേക്ക് വരില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെച്ചം. റോസ് ഗോൾഡിൻ്റെ ഹാൻഡിൽ പ്രൊഫൈലാണ് നമ്മളിതിന് വൈറ്റും റോസ് ഗോൾഡിൻ്റെ ഹാൻഡിൽ പ്രൊഫൈലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിതിലൊരു ഗ്രാനൈറ്റ് ഇടുന്നതിന് മുന്നുള്ള പോർഷൻ. ഇത് നമുക്ക് ഹാളോടൊരു ക്രോക്കറി ഷെൽഫാണ്. പാനലിങ്ങും ക്രോക്കറി ഷെൽഫും കൂടെ നമ്മൾ ചെയ്തിരിക്കുന്നതാണ് ഈ സംഗതി ചെയ്തിരിക്കുന്ന. ഒരു ടേബിൾ, അതിൻ്റെ കൂടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, കിച്ചൺ ഓപ്പൺ ചെയ്തിട്ടുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ ഓയിൽ പുൾ ഔട്ട്, പിന്നെ ഡ്രോയറുകൾ, ഇതൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളിത് തന്നെ ഒരു ക്രോക്കറി ഷെൽഫാണ് ഹാളിൽ ചെയ്തിരിക്കുന്നത്. ഇതിന് TV യൂണിറ്റ്, ഇത് ഓരോന്നും സെപ്പറേറ്റ്. ഇത് ഹാൾ പാർട്ടീഷനാണ്. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ വാഷ് ബേസിൻ കൗണ്ടർ. പിന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ളൊരു ഇത് വാർഡ്രോബാണ്. വാഷ് ബേസിൻ കൗണ്ടറിന് വെച്ചിട്ടുള്ള പാർട്ടീഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബിൻ്റെ ഉള്ളിൽ നമ്മളൊരു വുഡൻ ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ക്രോക്കറി ഷെൽഫ്, പിന്നെ കിച്ചണിലേക്കുള്ള കൗണ്ടർ.